വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന ജാഥയ്ക്ക് കോതമംഗലത്ത് സ്വീകരണം നൽകി. ബാൻഡ് മേളങ്ങളുടെയും നിരവധി വാഹനങ്ങളുടെയും അകമ്പടിയോടെയാണ് നേതാക്കളെ ആനയിച്ചത്. വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച വ്യാപാര സംരക്ഷണ സന്ദേശയാത്രയ്ക്ക് കോതമംഗലത്ത് സ്വീകരണം നൽകി. ചെറുകിട വ്യാപാര വ്യവസായ മേഖല അഭിമുഖീകരിക്കുന്ന 14ഓളം പ്രധാന പ്രശ്നങ്ങൾ ഉന്നയിച്ചായിരുന്നു ജാഥ. സ്വീകരണ യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ കെ.എ. ജോയ് അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി ഇ.എസ്. ബിജു മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ നാട്ടിലെ വിവിധ ജനവിഭാഗം ഈ ജാഥയോടൊപ്പം ചേരുകയാണ്. അപ്പൊ അവരുമായി നമ്മൾ സംവദിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്, ആ ചുമട്ടുതൊഴിലാളികൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരല്പം തൊഴിൽ കിട്ടുന്നത്, ഞങ്ങളുടെ കുടുംബത്തേക്ക് ഒരല്പം അന്നം ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടാകുന്നത് ഈ വ്യാപാര മേഖല ഇന്നത്തെ നിലയിൽ നിൽക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ വ്യാപാര മേഖല നിലനിൽക്കേണ്ടത് ഞങ്ങളുടെ കൂടെ ആവശ്യമാണ്. ആ ചുമട്ടുതൊഴിലാളികൾ ഏത് ട്രേഡ് യൂണിയനിലും പ്രവർത്തിക്കട്ടെ, അവർ CITO, INTUC, BMS ഒരു സംഘടനയിൽ പ്രവർത്തിക്കാത്തവരോ ആവട്ടെ, പക്ഷേ അവർ തൊഴിലെടുക്കുന്ന ആളുകളാണ്. ആ തൊഴിലെടുക്കുന്ന ആളുകൾക്ക് ലുലു സൂപ്പർ മാർക്കറ്റ് വന്നാൽ ആ ചുമട്ടുതൊഴിലാളിക്ക് ജോലിയില്ല. മോൾ സൂപ്പർ മാർക്കറ്റ് വന്നാൽ അവർക്ക് ജോലി കിട്ടില്ല. സ്മാർട്ട് പോയിന്റ് വന്നാൽ ഇനി വരാൻ പോകുന്ന വൻകിട പുസ്തക ശ്രേണിയിൽപ്പെട്ടിട്ടുള്ള വാൾമാർട്ടോ, ടെസ്കയോ, കാരിഫറോ വന്നാൽ അവർക്ക് തൊഴിൽ കിട്ടില്ല എന്ന നല്ല ബോധ്യം അവർക്കുള്ളത് കൊണ്ടാണ് ഇന്ത്യയിലെയും ഈ കേരളത്തിലെയും ചില്ലറ വ്യാപാര രംഗം ഇന്നത്തെ നിലയിൽ നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഈ ജാഥയ്ക്ക് സ്വീകരണമേകാൻ അവർ വന്നത്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഓട്ടം കിട്ടണമെങ്കിൽ നിങ്ങളുണ്ടാവണം. ഈ കോതമംഗലം ടൗണ് വളരെ വിപുലമായിട്ടുള്ള വ്യാപാര കേന്ദ്രത്താൽ സമ്പുഷ്ടമാണ്. ചെറിയ ഇടത്തരം വ്യാപാരികളുടെ ക്രയശേഷിയുടെ വിന്യാസം നന്നായി പ്രയോജനപ്പെടുത്തുന്ന എറണാകുളത്തെ വാണിജ്യ ജില്ലയിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഹൈറേഞ്ചിന്റെ കവാടമായി പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് കോതമംഗലം. ഈ കോതമംഗലത്തെ ആയിരക്കണക്കിന് ആളുകളുടെ ക്രയശേഷിയുടെ വിന്യാസം ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുമായി ഇഴയെടുപ്പമുള്ള ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ഈ കോതമംഗലം ടൗൺ, ഈ മുനിസിപ്പാലിറ്റി ഇന്നത്തെ നിലയിൽ നിൽക്കുന്നത്. K.M. ലെനിൻ, വി. പാപ്പച്ചൻ, MP അബ്ദുൾ ഗഫൂർ, മിൽട്ടൺ കെ. തലക്കോട്ടൂർ, ആർ. രാധാകൃഷ്ണൻ, CK. ജലീൽ, റോബിൻ ജോൺ വന്നിലം, അബ്ദുൾ വാഹിദ്, K.A. നൌഷാദ്, CPS ബാലൻ, PP മൈദീൻ ഷാ, MU അഷ്റഫ്, KM പരീദ്, PH ഷിയാസ്, KA കുര്യാക്കോസ്, സജി മാടവന, ജോഷി അറക്കൽ, MP ബഷീർ, NB യൂസഫ്, ശാലിനി KV, സ്വപ്ന ടിൻഡു, മിനി മോനപ്പൻ എന്നിവർ സംസാരിച്ചു. ബാൻഡ് മേളങ്ങളുടെയും വാഹനങ്ങളുടെയും അകമ്പടിയോടുകൂടിയാണ് നേതാക്കളെ ആനയിച്ചത്. 100-ലധികം പേർ സ്വീകരണങ്ങൾ നൽകി. സംസ്ഥാന സെക്രട്ടറി ഇ.എസ്. ബിജു നയിക്കുന്ന യാത്ര കഴിഞ്ഞ തിങ്കളാഴ്ച കാസർഗോഡ് വെച്ച് സംസ്ഥാന പ്രസിഡന്റ് VKC മുഹമ്മദ് കോയയാണ് ഉദ്ഘാടനം ചെയ്തത്. യാത്ര 25-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. തുടർന്ന് അടുത്ത മാസം 13-ന് പാർലമെന്റ് മാർച്ചും നടക്കും. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.